ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കേറ്റുക ട്രിപ്പിൻ്റെ ഡേ 10 ആണ്. ഇന്നത്തെ യാത്ര ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കാണ്. ഏകദേശം ഒരു 300 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ ഇന്നത്തെ റൈഡെന്ന് പറഞ്ഞാൽ. പക്ഷേ ഏകദേശം ഒരു 9-10 മണിക്കൂർ അടുത്ത് റൈഡുണ്ട്. അതിൻ്റെ കാരണം മെയിനായിട്ടും റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ റോഡുകളൊക്കെ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് റോഡൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഓഫ് റോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ. അതുപോലെ തന്നെ ഈ റോഡിൽ ധാരാളം ടണൽ റോഡുകളുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നേരത്തെ പോയവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്നൊരു അറിവനുസരിച്ച് ഈ ഒരു റൂട്ടിൽ അത്യാവശ്യത്തിന് ടണലുള്ള റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ചേട്ടന്മാർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മീൻസ് ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. എല്ലാവരും സോളോ റൈഡേഴ്സ് തന്നെയാണ്. പിന്നെ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളിലും എന്താ പറയണ്ടേ, ഇപ്പം അക്കോമഡേഷൻ എടുക്കുമ്പോൾ ഹോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് റൂം ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് അവിടെ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ റോഡുകളും എങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യുക എന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ നമുക്ക് അറിയാവുന്നവർ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കയറാൻ പോകുന്നത് ചെന്നാനിന്ന് തന്നെയായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ലോകത്തിലെ പോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ടണലാണിത്. ഏകദേശം 9.28 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ ലെങ്ത് എന്നാണ് പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. എന്താ വേണ്ട, ഫുൾ ഇരുട്ട്, വാം ലൈറ്റ്, അടിപൊളി, ഒന്നും പറയാനില്ല. ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. No one around. Lay back and take your socks and shoes right off. That natural light is so damn polite. Can make you feel just like you were young again. Standing underneath the rows of trees, I can see where the ocean meets the sky. Under our clothes, a fire grows. We are ready for this life of running wild. We're running wild. Underneath the rows of trees, I will see where the ocean meets the sky. Under your toes, a fire grows. You are ready for a different kind of life. Silent bold, the wind is cold. You must return to the wild. Silent bold, the wind is cold. You must return to the wild. അങ്ങനെ ടണലിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുകയാണ്. ആ ഒരു റൈഡ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊന്നും മിണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. കാരണം
ജസ്റ്റ് ഒരു മെമ്മറി കീപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്, അല്ലാതെ വ്ളോഗ് ചെയ്യുക അങ്ങനത്തെ ഒരു പർപ്പസ്ഫുള്ളി എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്ളോഗിങ്ങിനകത്ത് തന്നെ നിൽക്കുമ്പം നമുക്ക് ആ കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരേ സമയം കാഴ്ചകൾ എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളിൽ അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ വണ്ടികൾ കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയത്തില്ല, നമുക്ക് ഒരു എനർജി എക്സ്ട്രാ കയറി വരുന്നൊരു ഫീലാണ്. സത്യമല്ലേ? അതേ അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അതൊന്ന് താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആ ഒരു വണ്ടി കാണുമ്പോൾ. നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആകാം, കാരണം ഈ ഗാർഡ്സ് ഇങ്ങനെ ഓടിച്ചോടിച്ച് ടയേർഡായി തുടങ്ങി, നല്ല തണുപ്പുണ്ട്. അപ്പം ഒരു ചെറിയ ടീ ബ്രേക്ക് ആകാം. അങ്ങനെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മാഗിയും ഒരു ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ചു, അതിൻ്റെ കൂടെ ചെറിയൊരു കോഫിയും കൂടെ. അടിപൊളിയായിരുന്നു. ഒരു എനർജി വന്നൊരു ഫീലാണിപ്പം. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം നമുക്ക് മിനിമം ഒരു 3-4 ടണലെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2 എണ്ണം കഴിഞ്ഞു, 2 അല്ല 3 എണ്ണം കഴിഞ്ഞു കാണണം. ടണലിനകത്ത് നമ്മുടെ വണ്ടിയുടെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. റോഡ് എനിക്കൊന്നും പറയാനില്ല, കാരണം നിങ്ങൾക്കിപ്പം കാണുമ്പം മനസ്സിലാവും. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീനഗറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇനി ശ്രീനഗർ അധികം ലേറ്റ് ആകാതെ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? രഞ്ജിപ്പണിക്കര് പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപവും. ഒരു ഡിസ്റ്റൻസ് ഇട്ട് റോഡിൽ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. സേഫ്റ്റി ഇഷ്യൂസൊക്കെ തന്നെയായിരിക്കും. ഇടയ്ക്ക് സൈഡിലൊന്നും നിർത്തിയപ്പം ഒരു പട്ടാളക്കാരനെ മീറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞാണ് ഒത്തിരി നേരം നിൽക്കണ്ട, വഴിയിലങ്ങനെ സൈഡാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനഗറിലൊരു 2 ദിവസമെങ്കിലും സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ദാലിലേക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പോകണം, പിന്നെ ഒരു ബോട്ട് റൈഡിന് പോകണം. പിന്നെ ശ്രീനഗർ എത്തുന്നതിന് കുറച്ച് ദൂരം മുമ്പ് പെഹൽഗാം എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും റൈഡ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.